ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് ഗിയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ സുമേഷ് കാർത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ ഞാൻ അന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ഒരു ഫ്രണ്ട് ബമ്പർ കുറച്ച് ഡെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് റെഡിയാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഈ ഒരു ബമ്പർ റിപ്പയറിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു പുതിയ വാഹനങ്ങളുടെ എല്ലാ വാഹനങ്ങളുടെ ബമ്പർ വരുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് മെറ്റീരിയലിൻ്റെ ബമ്പറാണ് പറഞ്ഞത്. അതിന് മെയിനായിട്ടൊരു കാര്യമുണ്ട്, അതായത് അത് കുറച്ച് ക്വാളിറ്റി കുറവായിരിക്കും. പെട്ടെന്ന് എവിടെയെങ്കിലും ഒന്ന് തട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ചപ്പുന്ന ഒരു മെറ്റീരിയലായിരിക്കും ആ ഒരു ബമ്പറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വലിയ ഒരു ഹാർഡൊന്നും ആയിരിക്കില്ല, അത് കുറച്ച് സോഫ്റ്റ് മെറ്റീരിയലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ചെറുതായിട്ടൊന്ന് തട്ടിക്കഴിഞ്ഞാൽ ഉടനെ താന്നു പോകുന്നതാണ്. ആ ഒരു ബമ്പർ പെട്ടെന്ന് അങ്ങ് ചുളുക്ക് വരികയും അങ്ങനെ നമുക്ക് ആ ഒരു ചിലപ്പോൾ പെയിൻറ്റ് പോകണമെന്നില്ല, പക്ഷേ ആ ഒരു പാട് അതുപോലെ തന്നെ കാണും. അപ്പോൾ ഈ ഒരു ബമ്പർ നമുക്ക് ഈസിയായിട്ട് നമുക്ക് ആ ഒരു ബമ്പർ പഴയതുപോലെ കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ പെയിൻറ്റ് പോയിട്ടുണ്ടെങ്കിൽ പെയിൻറ്റ് ചെയ്ത് തന്നെ പറ്റുള്ളൂ. പക്ഷേ അല്ലാതെ ഈ ഒരു ബമ്പർ മാത്രം അങ്ങ് ഉള്ളിലോട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഈസിയായിട്ട് നമുക്ക് പുറത്തോട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ നമുക്ക് വേറെ ഒരു ഹോട്ട് എയർ ഗണ്ണോ വേറെ എക്യുപ്മെൻറ്റ്സിൻ്റെ ഒരു ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് ഈസിയായിട്ട് ഈ ഒരു ബമ്പറിനെ പഴയ അവസ്ഥയിൽ കൊണ്ടുവരാൻ സാധിക്കും. സോ അതിന് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഈ ഒരു ബമ്പർ റിപ്പയറിങ്ങും ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് കാണാൻ സാധിക്കും. സോ അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തതിന് ശേഷം ഓളം കൊടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ വാഹനത്തിൻ്റെ റിപ്പയറിങ്ങും അതുപോലെ തന്നെ വാഹന സംബന്ധമായ എല്ലാ വീഡിയോസും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇവർക്ക് മോട്ടോസ്പീഡ് ഓട്ടോമോട്ടീവ് കെയറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. സോ നമ്മുടെ ഈ ഒരു പുതിയ തരം വാഹനങ്ങൾ ഈ ഒരു നമ്മുടെ ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ, അതായത് ഒരു ലോ ക്വാളിറ്റി മെറ്റീരിയൽ കൊണ്ട് വാഹനത്തിൻ്റെ ബമ്പർ, അതായത് പിൻവശത്തുള്ള ബമ്പർ ആ ഒരു ടൈപ്പ് മെറ്റീരിയൽ കൊണ്ട് നിർമ്മിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു പെഡസ്ട്രിയൻ, അതായത് നമ്മുടെ വഴി യാത്രക്കാർ അവരെയൊക്കെ വാഹനം ഇടിക്കുകയാണെങ്കിൽ അവർക്ക് വലിയ തരത്തിലൊന്നും ആ ഒരു ആക്സിഡൻറ്റ് അഫക്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു തരത്തിലുള്ള ബമ്പേഴ്സ് നമ്മുടെ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സോ അത് നമുക്കറിയാം, പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതുപോലെ പുതിയ ഒരു വാഹനം അത്ര ക്വാളിറ്റി ഇല്ല, പഴയ വാഹനം നല്ല ക്വാളിറ്റി ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. സോ അത് നമുക്ക് നമുക്ക് ഈ ഒരു ക്രംബിൾ സോൺ എന്ന് തന്നെ പറയാൻ സാധിക്കും. ആ ഒരു ഏരിയ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട് ബമ്പർ ഏരിയ, ആ എഞ്ചിൻ്റെ ആ ഒരു കമ്പാർട്ട്മെൻറ്റ്സ്, ആ സൈഡ് മൊത്തം ഒരു ക്രംബിൾ സോണായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ക്രംബിൾ സോണിൻ്റെ ഗുണങ്ങളെന്ന് പറയുന്നത്, ഒരു വാഹനം എവിടെയെങ്കിലും ഇടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഈ ഒരു ക്രംബിൾ സോൺ മാത്രം ഉള്ളിലോട്ട് ചുരുങ്ങി പോവുകയും നമ്മുടെ വാഹനത്തിൻ്റെ ഉള്ളിലിരിക്കുന്ന പാസഞ്ചേഴ്സിന് അത്യാവശ്യം നല്ല സേഫ്റ്റീനെ ഉറപ്പുവരുത്തുന്ന ഒരു ഫീച്ചറാണ് ഈ ഒരു ക്രംബിൾ സോൺ ഏരിയ എന്ന് പറയുന്നത്. സോ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ വേണമെങ്കിൽ തീർച്ചയായും ആ ഒരു കമൻറ്റ് ചെയ്യുക. കാരണം അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതാണ്. ഈ ഒരു ക്രംബിൾ സോണിനെ കുറിച്ചും ആ ഒരു പാസഞ്ചർ സേഫ്റ്റിയെ കുറിച്ചും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു വീഡിയോ സെപ്പറേറ്റ് ചെയ്യുന്നതാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു ക്രംബിൾ സോണിനെ കുറിച്ചുള്ള വീഡിയോ വേണമെങ്കിൽ.
സോ നമ്മുടെ ആ ഒരു 800 ബമ്പറെല്ലാം കാര്യങ്ങളെല്ലാം ലെവ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ബമ്പറിൽ കുറച്ച് ഡെൻറ്റ് കൂടുതലായിരുന്നു. അതായത് ഈ ഒരു നമ്മുടെ 800 ബമ്പർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയായിരിക്കും കുറച്ച് കട്ടി കൂടുതലാണ്, കുറച്ച് മെറ്റീരിയൽ കുറച്ച് ഹാർഡാണ്. നമ്മുടെ ഒരു പുതിയ വണ്ടിയുടെ ബമ്പറിനെ കാട്ടിയും കുറച്ചും കൂടെ ഒരു ഹാർഡാണ് ഈ ഒരു ഫ്രണ്ട് ബമ്പറും അല്ല, അതുപോലെ തന്നെ ബാക്ക് ബമ്പറും കുറച്ച് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു നമുക്ക് പെട്ടെന്ന് അത് ലെവൽ ചെയ്യാനും പാടായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് കംപ്ലീറ്റ് റെഡിയാക്കി എടുക്കാനും പറ്റില്ല. പക്ഷേ പുതിയൊരു വാഹനത്തിൻ്റെ ബമ്പർ ആകുമ്പോൾ ഇതിനെക്കാട്ടി കുറച്ച് കട്ടി കുറവാണ്, അത് ഈ ഒരു ക്വാളിറ്റി വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഈസി ആയിട്ട് അത് നൂത്തെടുക്കാൻ സാധിക്കും. ഒരുപക്ഷെ ആ ഒരു ബമ്പർ കീറിയിട്ടില്ല, അല്ലെങ്കിൽ ആ ഒരു ബമ്പർ പെയിൻറ്റ് പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് കുറച്ച് താന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലത്തെ ചൂടുവെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ കുറച്ച് കൈ കൊണ്ട് അകത്ത് നിന്ന് തള്ളി കഴിഞ്ഞാൽ ഈ ഒരു ബമ്പർ ലെവലാവുന്നതാണ്. അപ്പോൾ അതുപോലെ നമുക്ക് ഈ ഒരു ബമ്പർ ലെവലാക്കി എടുക്കാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും, അതുപോലെ നെഗറ്റീവായാലും പോസിറ്റീവായാലും ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഈ ചാനലിനെ കുറിച്ചുള്ള അഭിപ്രായം, അതുപോലെ തന്നെ ഓട്ടോമൊബൈലിനെ കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളെല്ലാം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് ഇനാബിൾ ചെയ്തിട്ട് ഓളം എടുക്കുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുകൂടാതെ തന്നെ ആദ്യം തന്നെ കാണാൻ സാധിക്കുകയുള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ സുമേഷ് കാർത്തി, സൈനിങ് ഓഫ്.